അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭനിലേക്കാണ്. ശ്രീപത്മനാഭൻ, ഈ ഹൈന്ദവരെ ദ്രോഹിക്കാനും ഹൈന്ദവരുടെ സ്വത്തുക്കൾ ഇങ്ങനെ അന്യാധീനപ്പെടുത്താനും ഇങ്ങനെ കൈയിട്ട് വാരാനും ഇടത് വലത് മുന്നണികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ 2019 മുതലുള്ള കണക്കുകളാണ് പറഞ്ഞു വരുന്നത്. 2019 മുൻപ് കോൺഗ്രസ് ഭരണസമിതി അവിടെ ഭരിച്ചിട്ടുണ്ട്. അവിടെ നടന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്. അവിടെ ദേവസ്വം മന്ത്രിയായിരുന്ന അന്ന് ശിവകുമാറിൻ്റെ മന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ സഹോദരനാണല്ലോ ജയകുമാർ ആയിരുന്നു അന്ന് അവിടെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. അവിടെ നടന്ന ചില ഇടപാടുകളൊക്കെ നമ്മുടെ മുന്നിൽ നേരത്തെ ചർച്ചകളിൽ വന്നതാണ്. ഇപ്പോൾ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണത്തിൻ്റെ മുഖ്യ വക്താക്കൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസും UDF-ഉം ഒക്കെ ഇങ്ങനെ ഈ വലിയ വായ്ത്താരിയിൽ സംസാരിക്കുന്നത് കാണാം. പക്ഷേ അവരുടെ കാലത്തുണ്ടായ സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുപോകണം. മാത്രവുമല്ല, ഇപ്പോൾ നമ്മളൊരു ചിത്രം പുറത്തുവിടുകയാണെങ്കിൽ അത് സോണിയാഗാന്ധിക്കൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രമാണ്. അപ്പോൾ കോൺഗ്രസിന് സർവാധിപത്യം ഉണ്ടായിരുന്ന ഒരു സമയത്തെ ചിത്രമാണ്. അടൂർ പ്രകാശുണ്ട്, ഈ BS ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാറിനെയും കൂടി ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിലേക്കൊന്ന് പോകണം. ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുമായി ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഉയർന്നിരുന്നു. ചില സോഷ്യൽ മീഡിയ പേജുകളിൽ സോണിയാഗാന്ധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പരാമർശങ്ങൾ വരുന്നുണ്ട്. ഇറ്റലിയിൽ അവരുടെ കുടുംബത്തിന് ഈ ആൻറ്റിക് വസ്തുക്കളുടെ സെയിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തിട്ടാകുമോ ഒരുപക്ഷെ ഹൈക്കോടതി ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുമായി ഇത്തരത്തിൽ ഒരു ബന്ധം ഇതിനുണ്ടോ എന്നുള്ള സംശയം പങ്കുവച്ചത്? അല്ല, അതിലിപ്പോൾ ഒരു തമാശ പറയട്ടെ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെയും കൂട്ടി സോണിയാഗാന്ധിയെ കാണാൻ പോയത്. അപ്പോൾ ഈ സോണിയാഗാന്ധി ആരാ? കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. ആ ഫോട്ടോ കണ്ടിട്ട് അതിലേശം പഴക്കമുള്ള ഫോട്ടോ ആണ്. അപ്പോൾ സോണിയാഗാന്ധിയെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയിൽ പോവില്ലല്ലോ. കോൺഗ്രസിന്റെ നേതാവൊന്നുമല്ലല്ലോ, കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനുമല്ല, പന്തളം രാജകുടുംബ അംഗവുമല്ല, തന്ത്രി കുടുംബ അംഗവുമല്ല, ദേവസ്വം ബോർഡ് അതെ. അപ്പോൾ ഇങ്ങോരെ കൂട്ടിക്കൊണ്ടുപോയത് ആരാ? കൂട്ടിക്കൊണ്ടുപോയ ആൾക്കാർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ പരിചയം ഉണ്ടാവണമല്ലോ. ആ കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, ആ ചിത്രത്തിൽ കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം ഉണ്ടാവണമല്ലോ. അതുകൊണ്ടല്ലേ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാ? കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതയായ നേതാവിൻ്റെ അടുത്തേക്കാണ്, സോണിയാഗാന്ധിയുടെ അടുത്തേക്ക്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാനത്തെ നേതാക്കന്മാർ ഒരാളെ നരേന്ദ്രമോദിയുടെ അടുത്തേക്കോ അമിത്ഷാൻ്റെ അടുത്തേക്കോ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ആ വ്യക്തിയും പാർട്ടി നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ആ വ്യക്തി ഒരു ചില്ലറക്കാരനാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമോ? കേരളത്തിൽ എത്ര വൻ വ്യവസായികളുണ്ട്, കേരളത്തിൽ എത്ര സാഹിത്യകാരന്മാരുണ്ട്. ഇവരാരെങ്കിലും മോഡിജിയുടെയോ അമിത്ഷാജിയുടെയോ കൂടെ നിൽക്കുന്ന ഫോട്ടോ അപൂർവം ആൾക്കാരുടെ അല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടിക്കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ കൂടെ നിർത്തുന്നു, കയ്യിലെന്തോ കെട്ടിക്കൊടുക്കുന്നു. അത് എവിടുന്ന് മോഷ്ടിച്ച ചരടാണോ, അതും ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച വല്ലതുമാണോ ദൈവത്തിനറിയാം. അപ്പോൾ അത് കെട്ടിക്കൊടുക്കുന്നു, എന്നിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, കൂടെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ നിൽക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ ശിവകുമാറിൻ്റെ സഹോദരൻ്റെ കാലത്ത് പാത്രം വാങ്ങിയ വകയിലാണ് അഴിമതി. പാത്രമൊന്നും അവിടെ എത്തിയിട്ടില്ല, പൈസയൊക്കെ പോയിട്ടുണ്ട്. അത് വിജിലൻസ് കേസും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു കൂട്ടർ ഈ വിശ്വാസി സമൂഹത്തെയും ഈ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തിനെയും ഒക്കെ കുത്തിക്കൊല്ലുന്നു, മറുകൂട്ടർ നക്കിക്കൊല്ലുന്നു. ഒരു കൂട്ടർ കുത്തിക്കൊല്ലുകയാണ്, അവർക്ക് ഇതിനോടൊക്കെ വെറുപ്പാണ്, വിരോധമാണ്, ഇതൊക്കെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സനാതനധർമ്മം ഡെങ്കുവാണ് മലേറിയയാണെന്ന് പറഞ്ഞവരെ കൊണ്ടുവന്നിട്ട് അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യാൻ ഏർപ്പാടാക്കിയത്. അത് കുത്തിക്കൊല്ലാൻ നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോഴേക്കും ബിന്ദു അമ്മണിനെയോ ആരൊക്കെയോ കൂട്ടി അങ്ങോട്ട് കയറി ചെന്നത്. പിന്നെ മറ്റേ കൂട്ടർ ഭയങ്കര ഭക്തന്മാരാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. പക്ഷേ അവരും ഇവിടെ നടത്തിയിരിക്കുന്നത് അഴിമതിയാണ്.
മന്ത്രി സഹോദരൻ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങ് സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് കയ്യിൽ ചരടൊക്കെ കെട്ടിക്കൊടുത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർ. അപ്പോൾ ഒരു കൂട്ടർ കുത്തിക്കൊല്ലുന്നു, ഒരു കൂട്ടർ നക്കിക്കൊല്ലുന്നു. ഇവർ രണ്ട് കൂട്ടരും മാറി മാറി ഭരിച്ച കാലഘട്ടത്തിലാണ് കേരളത്തിലെ ക്ഷേത്രഭൂമികളൊക്കെ അന്യാധീനപ്പെട്ടത്. കേരളത്തിലെ ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ, കരുണാകരൻ്റെ കാലത്താണ് നിലയ്ക്കൽ സമരം നടന്നത്. എന്തായിരുന്നു നിലയ്ക്കൽ സമരം? ക്ഷേത്രഭൂമി അയ്യപ്പൻ്റെ പൂങ്കാവനം കയ്യേറാനുള്ള ഒരു ശ്രമത്തിന് സർക്കാർ കൂട്ടുനിന്നതാണ് നിലയ്ക്കൽ സമരത്തിൻ്റെ കാരണം. നിലയ്ക്കൽ സമരം ഉണ്ടാവാനുള്ള കാരണം രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല. ഒരു വിഭാഗം ആളുകൾ ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട്, അതിൻ്റെ പിന്നിൽ ഭക്തിയൊന്നും അല്ല, കച്ചവട താല്പര്യമായിരുന്നു. നിലയ്ക്കലിലെ സ്വാമിയുടെ പൂങ്കാവനം കയ്യേറാൻ ശ്രമിച്ചപ്പോൾ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അതിന് കൂട്ടുനിന്നു. അവസാനം തോറ്റു തുന്നമ്പാടി പിന്മാറേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നിട്ടില്ല. ഇതേ ശബരിമലയിലല്ലേ ഇത് നടന്നത്, പൂങ്കാവനം കയ്യേറാനുള്ള ശ്രമം നടന്നത്. അപ്പോൾ ഈ ക്ഷേത്രഭൂമി കയ്യേറിയത്, ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തിയത്, ഇതിലൊക്കെ രണ്ട് മുന്നണികൾക്കും പങ്കുണ്ട്. ഇന്നിപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് കൂട്ടരും മാത്രമല്ല കേരളത്തിൽ. ഇന്നിപ്പോൾ അതാണല്ലോ ഇവരുടെ പ്രശ്നം. അതാണ് ഇന്ന് കേരളത്തിൽ രണ്ട് കൂട്ടരും. പണ്ട് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഇവരൊക്കെ തന്നെയായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. ഇപ്പം നിലയ്ക്കൽ സമരമൊക്കെ നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്നതല്ലല്ലോ, ഇന്ന് കാലം മാറിയല്ലോ. ഇന്ന് ഡൽഹിയിൽ വേറെ ആളുകളാണല്ലോ. അവരുടെ അടുത്ത് ED ഉണ്ട്, CBI ഉണ്ട്. ആകെ കുഴപ്പമാവും എന്നൊരു ധാരണയുണ്ട്. ഇവിടെയും കേരളത്തിലെ രാഷ്ട്രീയ ചിത്രവും മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്ന് കാര്യങ്ങൾ കുറേയൊക്കെ കൃത്യമായി ഇത് പുറത്തു വരാനും ഇതിനെതിരെ വലിയ സമരം. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ വിധിയുടെ മറപിടിച്ച് ഇത് നടപ്പിലാക്കാൻ പോയപ്പോൾ സമരം ചെയ്യാൻ ആരാ ഉണ്ടായത്? പത്തനംതിട്ടയിൽ ഒരു മൈതാനത്ത് ഒരു പന്തൽ കെട്ടി ഇരുന്നതല്ലേ ഉമ്മൻചാണ്ടി കൂട്ടരും അല്ലേ? ഈ തല്ലുകൊള്ളാനും കേസിൽ പ്രതിയാവാനും ജയിലിൽ പോകാനും ഇന്നും കേസാ. കെ സുരേന്ദ്രൻ്റെ പേരിൽ 200 ചില്ലാനോ 300 കേസാ. ശ്രീമതി ശോഭ സുരേന്ദ്രൻ്റെ പേരിൽ 200 ചില്ലാനോ 300 കേസാ. നിരവധി സംഘപരിവാർ പ്രവർത്തകർ ഇന്നും കോടതി കയറുക. ഈ വിശ്വാസ സംരക്ഷണത്തിൻ്റെ സമരം ചെയ്തിട്ട് ഇന്നും കോടതി കയറുക. ആ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു, NSS പ്രവർത്തകരുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന്. പിൻവലിച്ചോ? അങ്ങനെയാണല്ലോ ഈ അയ്യപ്പ സംഗമത്തിൽ അവർ പിന്തുണ കൊടുത്തത്. എന്നിട്ട് പിൻവലിച്ചോ? ഏതെങ്കിലും കേസ് പിൻവലിച്ചോ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ രണ്ട് കൂട്ടരും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് ഈ സംവിധാനം അന്വേഷിച്ചാൽ, അഥവാ ഒരു 3-4 മാസം കഴിഞ്ഞ് ഭരണം മാറി ഈ മറ്റേ കൂട്ടർ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാതിരിക്കുകയും CAA പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കുകയും ചെയ്യുന്ന പ്രത്യേക മതേതരത്വം കേരളത്തിൽ നമ്മൾ കാണുക കൂടി ചെയ്തിട്ടുണ്ട്. അതെ, അത് ഇപ്പോൾ എന്താ അറിയോ പ്രശ്നം? ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ സംവിധാനം മാറി. ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ സംവിധാനം വന്ന ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ വേറെ രീതിയിലുള്ള പരിപാടികളാണ് നടക്കുക. അവർ ഞെക്കിക്കൊല്ലും, സ്നേഹിച്ച് ഞെക്കിക്കൊല്ലും, നക്കിക്കൊല്ലും, മറ്റവർ കുത്തിക്കൊല്ലും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണം CBIയിലേക്ക് പോകണം. ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി വന്നിട്ടുണ്ട്, പക്ഷേ EDക്ക് പരിമിതികളുണ്ട്. EDക്ക് അഴിമതി അന്വേഷിക്കാൻ അല്ലെങ്കിൽ അവിടെ നടന്ന കൊള്ള അന്വേഷിക്കാനൊന്നും പറ്റില്ല. അതിൽ നിന്നും കിട്ടിയ പൈസ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തെപ്പറ്റി അന്വേഷിക്കാം. ഇതിന് വിദേശ ഇടപാടുണ്ടോ എന്ന് അന്വേഷിക്കാം. പക്ഷേ ഇത് യഥാർത്ഥ കുറ്റകൃത്യം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയായ CBIക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് CBI വരണം. ഇപ്പോൾ ഒരു കാര്യം ഇന്നത്തോടു കൂടി കേരള ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ടായിട്ടും ഇവിടെ അന്വേഷണത്തിൽ ഒളിച്ചുകളി നടക്കുന്നുണ്ട് എന്നൊന്ന് കേരള ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ ഇതിന് CBI അന്വേഷണം ആവശ്യമാണ്. ഈ CBI അന്വേഷണം കൊണ്ട് മാത്രമേ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കള്ളക്കളികൾ പുറത്തു വരുള്ളൂ. ഇതിലെ ഏറ്റവും ഉന്നതരായ ആൾക്കാരെ അടുത്തേക്ക് ഈ നിയമം എത്തുള്ളൂ, നിയമത്തിൻ്റെ കരങ്ങൾ അവിടേക്ക് എത്തുള്ളൂ എന്നുള്ള കാര്യം ഇന്ന് സ്പഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ BJPയുടെ ആവശ്യം, CBI അന്വേഷണം എന്ന ആവശ്യം ഇവിടെ എന്താ പറയുക, പ്രാധാന്യം ഏറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ ഘട്ടത്തിൽ CBI വരേണ്ടതല്ലേ? കാരണം
അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തടക്കം ഹൈക്കോടതി സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും CBI ഇക്കാര്യത്തിൽ വരേണ്ടേ? മാത്രവുമല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ SITയെ സമ്മർദ്ദത്തിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. അപ്പോൾ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീണ്ടാൽ മാത്രമേ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നോക്കൂ, ഈ CAT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കേരള ഗവൺമെൻറ് അല്ലല്ലോ, അല്ലെങ്കിൽ CPMൻ്റെ അല്ല പിണറായി വിജയൻ്റെ പോലീസൊന്നും അല്ലല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഞാൻ ഒരു കാര്യം പറ്റി, ഇത് ഗവൺമെൻറ് നമ്മളെ ഹൈക്കോടതി ദേവസ്വമുണ്ട്, ഹൈക്കോടതി ബെഞ്ചാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നിങ്ങൾ ഈ പറയുന്നത് വെച്ചാൽ ഇന്ന ആളുകൾ ഇപ്പം ഒരു വിധി വന്ന പോലെ ഇപ്പം ചിലവർക്കെന്ന് വെച്ചാൽ ചിലവർ അറസ്റ്റ് ചെയ്താൽ ചില കേസുകൾക്ക് അവർക്ക് ഒരു ഇത് കിട്ടുള്ളൂ, അത് ഒരു മനസ്സമാനം കിട്ടുള്ളൂ. അത് ചിലവരുടെ വൈകല്യമുണ്ട്. ആ വൈകല്യം നമ്മളെ ഫ്രണ്ട് അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ 98-ൽ വിജയ് മല്യ ഈ സ്വർണം സംഭാവന ചെയ്യുമ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് നയനാർ സർക്കാരാണ്. അന്നത്തെ ദേവസ്വം ബോർഡും സ്വാഭാവികമായി അറിയാമല്ലോ ഇടതുപക്ഷമാണ് ബോർഡ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് 2019 ഈ വാസു അതുപോലെ പത്മകുമാർ ഇത് ചെമ്പപാളിയാണ് എന്ന് രേഖപ്പെടുത്താൻ എങ്ങനെ കഴിയും? കാരണം അന്ന് മുതലുള്ള സംഭവവികാസങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ്. ഈ പത്മകുമാർ ആയാലും വാസു ആണെങ്കിൽ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പത്മകുമാർ ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രമുഖനായൊരു CPM നേതാവ് കൂടിയാണ്. അപ്പോൾ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ കാര്യങ്ങളൊക്കെ പത്രം വായിക്കുന്ന ആളുകളൊക്കെയാണല്ലോ. അപ്പോൾ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയത് തന്നെ ഈ വലിയ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ്. അതാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ CPMന് നിഷ്കളങ്ക ഭാവമാണ് എന്നങ്ങനെ പറഞ്ഞു പോവാതെ നോക്കൂ, ഞാൻ മറ്റേ നിങ്ങൾ ഈ CPM എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. നിങ്ങൾ പത്മകുമാർ പറയൂ. സംഭവത്തിൽ ആരെയാണ് പിന്നെ പറയേണ്ടത്? 2019 അന്ന് ഭരിച്ചിരിക്കുന്ന സർക്കാരിന്റെ കുഴപ്പമാണോ? അതാ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും സെക്രട്ടറി അല്ലെ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണോ? നിങ്ങൾ അത് പറയൂ. ഇതാണ് കുഴപ്പമെന്ന് പറയുന്നത്. ഞാൻ എതിർക്കുന്നതും അതാണ്. ഞാൻ ഇപ്പം ഇടതുപക്ഷത്തിന്റെ പാർട്ടിയായിരുന്നാലും ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. പത്മകുമാറിന്റെയും വാസുവിന്റെയും പാർട്ടിയിലെ പൊസിഷൻ താങ്കൾക്കറിയാം. ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ മിനിമം ദേവസ്വം മന്ത്രിയോടെങ്കിലും ആലോചിക്കാതെ ഇത്ര വലിയൊരു തീരുമാനം പത്മകുമാറും വാസുവും എടുക്കും എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് നമുക്കറിയാം. നിങ്ങൾ ഈ കണക്ട് ചെയ്ത് നിങ്ങൾ പോകണമെന്ന് വെച്ചാൽ ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്തൊക്കെ നടത്തി എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് വലിയ നിങ്ങൾ കൊണ്ടുവരണം. അത് നിങ്ങൾ കൊണ്ടുവന്നല്ലോ, കുഴപ്പമില്ല. അങ്ങനെ SITയെ സമ്മർദ്ദത്തിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്. അല്ല, ഈ പ്രതിപക്ഷ നേതാവിന് പറയുമല്ലോ, സ്വാഭാവികമായി അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു അനിവാര്യ കാര്യം ഒരു പ്രതിപക്ഷ നേതാവ് പറയും. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ എല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളത് ഞാൻ പറഞ്ഞിട്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഇതിനിടയിൽ പലതവണ മാധ്യമങ്ങളെ കണ്ടല്ലോ തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്, അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ നീലിമ, ഈ എപ്പോഴെപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ദിവസവും വന്ന് മുഖ്യമന്ത്രി അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്തെല്ലാം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ED വന്നു, CBI വന്നു, എന്തെല്ലാം വന്നിട്ടുണ്ട്. വന്നിട്ടുള്ളതെല്ലാം എന്തായി? ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വർണ്ണ കേസ് വന്നു, ഇവിടെ സ്വർണ്ണ ഇത് വന്നു, ഏത് ഈന്തപ്പഴത്തിൽ വന്നു, ഇവിടെ ബിരിയാണി അരിയിൽ വന്നു, ഖുറാനിൽ വന്നു, എല്ലാം വന്നില്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെ ED വരുമ്പോഴെല്ലാം കോടതിയിലേക്ക് ഓടുന്നത് എന്തിനാണ്? കോടതി കോടതിയിലേക്ക് ഓടുന്നത് എന്തിനാണ്?